നമസ്കാരം. ജനാധിപത്യ മര്യാദയ്ക്ക് ചേരാത്ത എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യും. അത് വോട്ടിന് വേണ്ടി, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ എന്ത് നെറികേടും കാണിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയുടെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ്. എന്നിട്ട് ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും. നാളെ എന്നൊന്നും ആകണമെന്നില്ല, മണിക്കൂറുകൾക്കകം മാറ്റി പറയും. അത് നേരത്തെ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയാലും, ഇപ്പോഴത്തെ സെക്രട്ടറി ആയാലും, മുമ്പ് ഇരുന്ന സെക്രട്ടറിമാരായാലും, ജില്ലാ സെക്രട്ടറിമാരായാലും എല്ലാവരും കണക്ക് തന്നെ. ജമാഅത്തെ ഇസ്ലാമി എന്ന മതവർഗീയ സംഘടനയുമായി, മത തീവ്ര സംഘടനയുമായി ചർച്ച നടത്തിയത് AKG സെന്ററിൽ വെച്ചാണെന്നാണ് പറയുന്നത്, ആദ്യം പറഞ്ഞത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഷിഹാബ് പോക്കൂട്ടൂർ എന്ന് പറയുന്ന വ്യക്തി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ചോദിച്ചിട്ടാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചത് എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നു, വോട്ട് ചോദിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, CPM വോട്ട് ചെയ്യണം, ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കണ്ടത്. എന്നിട്ട് ഇപ്പൊ പറയുന്നു അവർ കടുത്ത വർഗീയവാദികളാണ്, അവർ കടുത്ത മത തീവ്രവാദികളാണ്, കൊടും വർഗീയതയാണ്, കൊടും വിഷമാണ് എന്നൊക്കെ പറയും. അപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടി എന്ന് VD സതീശൻ പറഞ്ഞത് അംഗീകരിച്ചു. സ്ഥലവും സന്ദർഭവും സമയവും ഒക്കെ മാറ്റിയെങ്കിലും പറഞ്ഞു വർഗീയവാദികളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ വാക്കിന് വിലയില്ലാത്ത, നിലപാടില്ലാത്ത, വ്യക്തതയില്ലാത്ത ഒരു ഭരണാധികാരി ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടേ ഇല്ല. കരുണാകരനൊക്കെ പല കാര്യങ്ങളിലും പല കാര്യം മാറ്റി പറഞ്ഞിട്ടൊക്കെ രാഷ്ട്രീയമായി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ വർഗീയ പാർട്ടിയുമായി കൂട്ടുകൂടുന്ന വിഷയത്തിൽ വരെ ഇത്തരത്തിലുള്ള കൊട്ടത്താപ്പുകൾ അല്ലെങ്കിൽ ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറുന്ന ഈ പരിപാടി എത്ര ഖേദകരമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച്, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയെ സംബന്ധിച്ച് എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം മുതൽ ഉയരുന്നുണ്ട്. നമുക്ക് ആ വിശദാംശങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ വർഗീയവാദ സംഘടനയാണ്. ഇവരെ നേരത്തെ ഇപ്പം UDF ഇവരെ കൂടെ കൂട്ടുന്നുണ്ട്, എന്നാൽ പോലും വെൽഫെയർ പാർട്ടിയുമായിട്ടൊക്കെ അവർക്ക് അലയൻസ് ഉണ്ട്. പക്ഷേ അലിഖിതമായി SDPI ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായിട്ടും ഒക്കെ CPM നേരത്തെയുള്ള ബന്ധം. അവർ പറഞ്ഞു ഞങ്ങൾ വോട്ട് കൊടുത്തു എന്നവർ പറയുകയും ചെയ്തു. വോട്ടിന് വേണ്ടി തന്നെയായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഈ കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. CPM ചോദിച്ചത് വോട്ടാണ്, അത് കൊടുക്കുകയും ചെയ്തു. അപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. 2011 ഏപ്രിൽ 3 ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നടത്തിയ ചർച്ചകൾ CPM നിന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നില്ലെന്നും ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂര് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു 2011 നടന്ന കാര്യമാണ്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണെങ്കിൽ കൂടി അത് ഈ ഒരു അവസരത്തിലെങ്കിലും തുറന്ന് സമ്മതിച്ചത് നന്നായി. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ നുണകൾ വരും, ഒരു നുണയുടെ പുറകെ മറ്റു നുണകൾ, ഒരു നുണയെ ന്യായീകരിക്കുന്നതിനായിട്ട് പുതിയ നുണകൾ. അന്ന് അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ വ്യത്യസ്തമായിരുന്നു. അവർ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ സമീപിച്ചത്. അല്ലെങ്കിൽ ജനാധിപത്യം, സോഷ്യലിസം, സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമീപിച്ചത്. അവരുടെ ആശയം അന്നതായിരുന്നു. ഇന്ന് അവരുടെ ആശയം മാറി, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നായി. ഏതൊരു വർഗീയ പാർട്ടി അതൊക്കെ അടിസ്ഥാനപരമായി ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന പേരുകൾ പലതും മാറി വന്നിട്ടുണ്ട്. NDF, സിമി അങ്ങനെയൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ SDPI വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് ഓർക്കണം. ഈ നിപ്പിൽ നിലപാട് മാറ്റി, അടുത്തതിൽ വീണ്ടും മാറ്റി, അടുത്തതിൽ പിന്നെയും മാറ്റി, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. മാത്രമല്ല സഖാക്കളായ ആളുകൾ, CPM പ്രവർത്തിക്കുന്ന ആളുകളും കാണുന്നുണ്ട്. CPM നിന്ന് എത്രയോ, സത്യം പറഞ്ഞാൽ CPM ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് പേരാണ് CPM എന്ന പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോയത്. അവർ CPIയിലേക്കോ കോൺഗ്രസിലേക്കോ BJPയിലേക്കോ ഒക്കെ പോയി, മുസ്ലിം ലീഗിലേക്കും പോയിട്ടുണ്ടാകും. CPM ഈ നിലപാടുകൾ തന്നെയാണ് ഇവരുടെ അടിത്തറ ഇളകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് മുഖ്യമന്ത്രി തന്നെയാണ് ഈ അടിത്തറ ഇളക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് മാത്രം മനസ്സിലാകുന്നത്. എന്തൊക്കെ വന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ഒരു മതവർഗീയ സംഘടനയുമായി, ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് തന്നെ ഇതിനാണ്.
പോപ്പുലർ ഫ്രണ്ടിന്റെ SDPI സമാനമാണ്. അപ്പം അവരുമായി കൂടിയാലോചനകൾ നടത്തി പലതരത്തിലുള്ള ചർച്ചകളും ഇടപെടലുകളും നടത്തി എന്ന് തുറന്ന് സമ്മതിക്കാതെ വേറെ അത് AKG സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച, 2011 മാർച്ചിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. 2011 ഏപ്രിൽ മാസത്തിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് ഷിഹാബ് പോക്കുട്ടൂർ പറയുന്നത്. എന്തായാലും ഗസ്റ്റ് ഹൗസുമായി ബന്ധപ്പെട്ട രേഖകൾ മുക്കിയില്ലെങ്കിൽ, ഒളിച്ച് കടത്തിയില്ലെങ്കിൽ അതവിടെ കാണും. ഇത്തരം ഇടപെടലുകൾ CPM എന്ന പാർട്ടിയെയും LDF എന്ന സംവിധാനത്തെയും അത് തിരിഞ്ഞുകൊത്തുന്നത് ഇപ്പോഴാകില്ല, ഒരൊറ്റ കൊത്തായിരിക്കും. അതോടുകൂടി ആ സംവിധാനം തന്നെ ഇല്ലാതാകും. ഈ കെട്ടിവെച്ച നുണകൾക്കുമേൽ ഇരുന്നു കൊണ്ടാണ് CPM കേരളം ഭരിക്കുന്നത്. ആ നുണയുടെ കൊട്ടാരം തകർന്ന് താഴെ വിടാൻ അധികം സമയമൊന്നുമില്ല. എല്ലാത്തിലും ഏതിലും ഒരുതരം വൃത്തികെട്ട അളിഞ്ഞ ചീഞ്ഞ ന്യായീകരണങ്ങളും ആവശ്യമില്ലാത്ത കുറെ പ്രയോഗങ്ങളും നിന്നനിപ്പിൽ നിലപാട് മാറ്റുന്ന കുറെ പരിപാടികളുമായിട്ട് ഇങ്ങനെ പോവുകയാണ് കേരളത്തിന്റെ ഭരണം. കേരളം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി എന്നത് തീർച്ചയായിട്ടും സങ്കടകരം തന്നെയാണ്. നമ്മൾ അതിൽ അങ്ങനെ പറയാൻ പറ്റും. പ്രതിഷേധാർഹമാണെന്ന് പറയാം, പക്ഷെ നമ്മൾ പ്രതിഷേധിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്കതിനകത്ത് അല്പം സഹതാപവും ഈ പാർട്ടിയോടും ഇവരോടൊക്കെ, ഈ മുഖ്യമന്ത്രിയോടും LDF എന്ന സംവിധാനത്തോടും ഒക്കെ ഉണ്ട്.